ഗൈസ് ഇന്ന് മാധുവിന്റെ വ്ളോഗാണ് കേട്ടോ. കാരണം ഇതിൽ ഫുള്ള് മാധുവാണെന്ന് അറിഞ്ഞു നിൽക്കുന്നത്. വൈകുന്നേരം ചേട്ടനും ശേഷം ഉണ്ണി കൂടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ചു നേരം അവരോട് കളിച്ച് നടക്കുന്ന വീഡിയോ ആണ് ഇത്. എനിക്കാണ് ഈ കുഞ്ഞു കുട്ടികളെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുണ്ട് അവരോട് അങ്ങനെ കളിച്ചിരിച്ച് നടക്കാനായിട്ട്. പിന്നെ മാധു വന്നാൽ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല, ഫുൾ ടൈം അവനോട് കളിച്ചടക്കലാണ്. എനിക്കാണെങ്കിൽ കുട്ടികളൊക്കെ മയക്കിടക്ക് 5 മിനിറ്റ് മതിയിട്ട് 5 മിനിറ്റിൽ ഞാൻ പിള്ളേരെ എന്റെ സൈഡിലാക്കും. ഇവനാണെങ്കിൽ അമ്മനാണെങ്കിൽ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. ഫുൾ ടൈം ദേഷ്യപ്പെടലായിരുന്നു നമ്മുടെ അടുത്ത്. ആരൊക്കെ അറിഞ്ഞു സ്കൂളിൽ പോയിട്ട് കരഞ്ഞ ഇവന്റെ വർത്താനം കേൾക്കാനാണെങ്കിൽ നല്ല രസമുണ്ടല്ലേ. പിള്ളേരെ വർത്താനം കേൾക്കാൻ നല്ല രസമാണല്ലോ. അങ്ങനെ കുറെ നേരം എന്നോട് സംസാരിച്ച് പിന്നെ ഒന്നുകൂടെ മയക്കാൻ വേണ്ടി ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്ത് ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കുറെ നേരം കളിച്ചതിന്റെ ക്ഷീണം മാറ്റാൻ കുറച്ചു നേരം ഇരുന്നപ്പോഴേക്ക് ഇവൻ എന്നോട് ഭയങ്കര ദേഷ്യമായിട്ട് ഇവനോട് പിന്നെ കളിക്കാൻ പോകത്തേന് പിന്നെ കുറച്ചു നേരം കരച്ചിലായി പിടിച്ചില്ലായി. അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി പിന്നെ ഞാൻ താഴേക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചേ. അങ്ങനെ താഴെത്തി കഴിഞ്ഞപ്പോഴേക്ക് ഇവൻ കൈവിട്ട് ഒറ്റ ഓട്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞ രാത്രിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരാൻ പേടിയാ. പിന്നെ ഇവളുള്ളൊരു ധൈര്യത്തിൽ വന്നിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ആനക്കുട്ടി വന്നു. അപ്പൊ പറഞ്ഞു പൊക്കോന്നേ, വീഴില്ല പൊന്നാ, വീഴില്ലടാ. ഇനി ഓരോ കഥയൊക്കെ ഉണ്ടാക്കി പറഞ്ഞിട്ട് ഇവനെ മേലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവനെ ലിഫ്റ്റ് കയറുമ്പോ പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഴുന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എണിപ്പിച്ച് നിർത്തി. പിന്നെ വരുമ്പോ ഭയങ്കര വൈകിലായിരുന്നു കേട്ടോ. ഓരോന്നൊക്കെ നിലത്തേക്ക് ഇടുള്ള സാധനമൊക്കെ തട്ടിയിട അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു ഒറ്റ ഓട്ടായിരുന്നു വീട് എത്താറായപ്പോ. പിന്നെ കുട്ടീനെ ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫുഡൊക്കെ കൊടുത്തപ്പോഴേക്കും ഭയങ്കര നാണായിരുന്നു കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ അതോ? അങ്ങനെ കുട്ടി ചാർജ് ആയതിനു ശേഷം പിന്നെ ഞങ്ങള് കളിക്കാൻ ഇറങ്ങിയിട്ടാ. ചേട്ടൻ പുറത്തു പോയി കയറുന്നത്. അപ്പൊ ചേട്ടനെ വിളിച്ചൊന്ന് സർപ്രൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ അച്ഛൻ വന്ന് കുറച്ച് ചോക്ലേറ്റ്സ് കൊടുത്ത് സൈഡാക്കാന്ന് വിചാരിച്ചപ്പോൾ അതും വർക്കായില്ലോട്ടെ. ഇവൻ ആരും ഇഷ്ടപ്പെടുന്നില്ല, എന്നോട് മാത്രം കമ്പനി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീട്ടിൽ വന്നിട്ട്. അങ്ങനെ ഉണ്ണി പോവാറായ ടൈമിൽ കുറച്ച് കൊഞ്ചിക്കലും കുറച്ച് ചീരയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ആളെ അമ്പിന്ന് അന്യനെയും അറിയിട്ടാ. പാവ കുട്ടിക്ക് ഉറക്കം വന്നിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ദേഷ്യം വരുന്നുണ്ടായിരുന്നത്. എനിക്കൊക്കെ ഇതിങ്ങനെ ആദ്യമായിട്ട് നേരിട്ട് കണ്ടോണ്ട് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ, ഭയങ്കര ചിരിയിരുന്നു. അതായത് അച്ഛൻ്റെ അടുത്ത് കമ്പനി അടിക്കാൻ നോക്കിയപ്പോൾ അച്ഛനെ നല്ല കിട്ടിയിട്ടുണ്ടായിരുന്നു അവൻ്റെ. അങ്ങനെ അവർ ഇപ്രാവശ്യം വന്ന് സുഖമായിട്ട് സന്തോഷമായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.